കർണൻ, ഭഗത് സിംഗ്, നെപ്പോളിയൻ ഇവർ മൂന്നുപേരുമാണ് എൻ്റെ ഹീറോസ്. സിനിമ ഡയലോഗ് ഉണ്ട്. പക്ഷെ ഇവർ മൂന്നുപേരും സ്വയം കുഴിച്ച കുഴിയിലാണ് പോയി വീണിട്ടുള്ളത്. കർണൻ വീണ കുഴിയെ പറ്റി എന്താണ് സൈചേട്ടന് പറയാനുള്ളത്? സൂപ്പർ ഡയലോഗ് ആയിട്ടുണ്ട്. കർണന്റെ കുഴി ഭയങ്കര കഥയാ. കർണന്റെ കുഴിയെ കുറിച്ചുള്ള ഒരു കഥ, ആ കുഴി എങ്ങനെ ഉണ്ടായി എന്നുള്ള കഥ, അത് ഭയങ്കര രസമുള്ള കഥയാണ്. ഈ മഹാഭാരതത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇതിന്റെ ബാക്ക് സ്റ്റോറീസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ കുഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. കർണൻ ആദ്യം ആയുധവിദ്യ പഠിക്കാനായിട്ട് സമീപിക്കുന്നത് ദ്രോണരെയാണ്, ദ്രോണാചാര്യരെയാണ്. ദ്രോണാചാര്യർ അറിയാലോ, ജാതി വ്യവസ്ഥകളിലൊക്കെ അത്യാവശ്യം തെറ്റില്ലാതെ കാണുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഒരു ശൂദ്രനാണ്, ഞാൻ ശൂദ്രനെ ഒരിക്കലും ആയുധവിദ്യ പഠിപ്പിക്കില്ല, ക്ഷത്രിയനെ പഠിപ്പിക്കുള്ളൂ. അങ്ങനെ അതോടെ ആ ചാൻസ് കഴിഞ്ഞു. അപ്പൊ കർണൻ വെല്ലുവിളിക്കുന്നുണ്ട് തിരിച്ച്, നിങ്ങളെക്കാളും വലിയൊരു ഗുരുവുണ്ട്, പരശുരാമൻ. അതെ. അപ്പൊ മഹാദേവനോടൊപ്പം നിൽക്കുന്ന ഒരാള്, അത്രയും ശക്തനായിട്ടുള്ള ഒരാള്, ഞാൻ നിങ്ങളെക്കാളും മികച്ച ആ ഗുരുവിനെ ഞാൻ കണ്ടെത്തിക്കോളാം, ആ ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചോളാം പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ പിന്നെ ഉള്ളിലറിയാം കർണന് പരശുരാമന്റെ അടുത്ത് പോയിട്ട് ശുദ്രനാണെന്ന് പറഞ്ഞാൽ വീണ്ടും അംഗീകരിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ബ്രാഹ്മണനാണെന്ന് പറയും, ക്ഷത്രിയനാണെന്ന് പറയില്ല, ബ്രാഹ്മണനാണെന്ന് പറയും. ഞാൻ ഒരു ബ്രാഹ്മണനാണ്, എനിക്ക് ആയുധവിദ്യയിൽ താല്പര്യമുണ്ട്, എന്നെ ആയുധവിദ്യ പഠിപ്പിക്കണം. ഉന്നത കുലജാതനാണല്ലോ ഉള്ള ആളാണല്ലോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. എനിക്കിപ്പോ ഈ ദേഷ്യത്തിനെ കുറിച്ച് എനിക്കിതിലെപ്പോഴും ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇവരൊക്കെ ഒരുപാട് തപസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും ഇവർക്ക് ഒടുക്കത്തെ ദേഷ്യമാണ്, നമ്മളെക്കാളും വലിയ ദേഷ്യമാണ് അവർക്ക്. അതാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു കാര്യങ്ങൾ. നമുക്ക് അതിനെക്കുറിച്ച് ഒരു വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ എന്തായാലും പരശുരാമന്റെ അടുത്ത് പോകുന്നു, അങ്ങനെ അഭ്യർത്ഥിക്കുന്നു, ആഗ്രഹം അറിയിക്കുന്നു, അദ്ദേഹം പഠിപ്പിക്കുന്നു. പഠിത്തമെല്ലാം കഴിഞ്ഞ് മികച്ച വിദ്യാർത്ഥിയായിട്ട് മാറുന്നു, ഗംഭീര വിദ്യാർത്ഥിയായിട്ട് മാറുന്നു, അഭിമാനം തോന്നുന്നുണ്ട്, ഗുരുവിന് അഭിമാനം തോന്നുന്ന രീതിയിലുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു. എല്ലാം പഠിച്ച് കഴിയുമ്പോഴാണ് ഒരു ദിവസം, നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ്, ഗുരുവിനൊന്ന് ഒരു ഉച്ചമയക്കത്തിലൊന്ന് വിശ്രമിക്കണമെന്ന് തോന്നുമ്പോൾ ഞാനൊന്ന് കിടന്നോട്ടെ, കുറച്ച് മടിയിൽ കിടന്നു. അപ്പൊ മടിയിൽ കിടക്കുന്നു ഗുരു, തന്റെ മടിയിൽ കിടന്നുറങ്ങുന്നത് ഇങ്ങനെ ഭയങ്കര അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി കർണൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു വണ്ട് വന്നിട്ട് കാലിൽ കടിക്കുന്നത്, അതിശക്തനായിട്ടുള്ളൊരു വണ്ട്. അപ്പോൾ ആ വണ്ടിന്റെ കടി എന്ന് പറഞ്ഞാൽ അത്രയും വേദനാജനകമായിട്ടുള്ള കടിയാണ്, കഠിനമായ വേദന തോന്നുന്ന കടിയാണ്. അപ്പോൾ രക്തം വാർന്നൊലിക്കുന്നുണ്ട്, വണ്ട് കടിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് അനക്കിയാല് ഗുരുവിന്റെ ഉറക്കത്തിന് ഒരല്പം ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അനക്കാണ്ട് വെച്ചിട്ട് ഈ വേദന മുഴുവൻ സഹിക്കുകയാണ്. കടിച്ചു പിടിച്ചിരിക്കുകയാണ് വണ്ട്. നിന്നെ പോലെ ഞാനും എന്നുള്ള രീതിയിലാണ് വണ്ട് പിടിച്ചിരിക്കുന്നത്. വണ്ടാനെ അനങ്ങണില്ല, നല്ല രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോ മയക്കത്തിൽ നിന്ന് ഉണരുന്ന ഗുരു ഈ കാഴ്ച കാണാണ്. ഇത്രയും രക്തം തളം കെട്ടി കിടക്കണം, രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും വേദന സഹിച്ചിട്ട് ഒരാൾ കാലനക്കാതെ വെക്കണം. അപ്പൊ തന്നെ ഗുരു പറയാണ്, നീ ബ്രാഹ്മണനല്ല. നീ ബ്രാഹ്മണനല്ലടാ, ബ്രാഹ്മണൻ ഇത്ര താങ്ങാൻ പറ്റില്ല, ബ്രാഹ്മണൻ ഇത്ര വേദന സഹിക്കില്ല, നീ ക്ഷത്രിയനാണ്, മന്നാടിയാര് ക്ഷത്രിയനാണ്. നീ ആരാന്ന് ചോദിക്കും, ക്ഷത്രിയനാണെന്ന് പറയില്ല, നീ ആരാന്ന് ചോദിക്കും. നീ ഇത്രേ പറയുന്നുള്ളൂ, നീ ബ്രാഹ്മണനല്ല. ഈ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര രസമാണ്. നീ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണൻ ഇത്ര വേദന സഹിക്കില്ല. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ബ്യൂട്ടിഫുൾ. ഇത് ഓരോന്നിനും ആ സ്റ്റേറ്റ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട് കേട്ടോ. കാരണം ഓരോ കാസ്റ്റ് സിസ്റ്റം എങ്ങനെ വന്നു, ആ കാസ്റ്റ് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി എന്താണ് എന്നൊക്കെ അവിടെ വരുന്നുണ്ട് ഈ ഡയലോഗ്സിൽ. അപ്പൊ കർണൻ പറയുന്നുണ്ട്, ഞാൻ ശൂദ്രനാണെന്ന്. അപ്പൊ തന്നെയുള്ളൊരു ശാപുതാണ്, നീ പഠിച്ചത് മുഴുവനും വേണ്ട സമയത്ത് നിനക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരട്ടെ, മറന്നുപോട്ടെ. അത് വേണ്ട സമയത്ത് ഒരു വാക്ക് പറയുന്നുണ്ട്. പക്ഷെ ഈ വേണ്ട സമയത്തുള്ള വാക്ക് അധികം ശ്രദ്ധിക്കില്ല കർണൻ. ഇത് അധികം ആരും ശ്രദ്ധിക്കാത്തൊരു വാചകമാണ്. എന്തെന്ന്, ഈ വേണ്ട സമയത്ത് നിനക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ നീ മറന്നുപോട്ടെ. വേണ്ട സമയത്ത് എന്നുള്ളത് ശ്രദ്ധിക്കാണ്ട് കർണൻ വിചാരിക്കണം നീ പഠിച്ചത് മുഴുവൻ മറന്നുപോട്ടെ എന്നാണ്. അങ്ങനെയല്ലത്. അങ്ങനെ കർണൻ തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുതിരപ്പുറത്ത് രഥത്തിൽ ഇങ്ങനെ പോകുമ്പോൾ, അപ്പൊ ഞാനിത് മറന്നോ, എനിക്കിത് പ്രയോഗിക്കാൻ പറ്റില്ലേ, ഒന്ന് പരീക്ഷിക്കണമല്ലോ. അസ്ത്രം എടുക്കും, അമ്പെടുക്കും, വില്ലെടുക്കും, ഒരു പശുവിന്റെ നിറയും, പശുവിന്റെ ദേഹത്തിൽ നിന്ന് തറക്കും. അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, സന്തോഷമായി വർക്ക് ചെയ്യുന്നുണ്ട്, സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗുരു പറഞ്ഞ വാചകം പുള്ളി ശ്രദ്ധിച്ചിട്ടില്ല, വേണ്ട സമയത്ത് എന്നുള്ളത്. പക്ഷെ പശുവിന്റെ ശരീരത്തിൽ ഇത് അസ്ത്രം തറക്കും. പശു പെടഞ്ഞ് കാലിട്ടിങ്ങനെ അടിച്ച് പെടഞ്ഞ് വീണ് മരിക്കുകയാണ്. ആ കാലിട്ട് അടിച്ചടിച്ചുണ്ടായ കുഴിയിലാണ് പിന്നീട് കർണൻ ചെന്ന് വീണ. എന്നിട്ട് പശു പടഞ്ഞ് മരിച്ച പോലെ തന്നെയാണ്
കർണൻ ആ കുഴിയിൽ പടഞ്ഞു മരിക്കണേ. പക്ഷെ ഈ കർണന് ഞാൻ ആലോചിക്കുമ്പോഴൊക്കെ അർജുനന് വലിയ വില്ല് ഉണ്ടായിരുന്നു, ഏതൊക്കെയോ ഗാന്ധിവോ ഏതൊക്കെ ഉണ്ടായിരുന്നു അർജുനന് സ്വന്തമായിട്ട്. അപ്പൊ അർജുനൻ ഇത് മിക്കപ്പോഴും ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കർണന് ഈ കിട്ടിയ വിജയാസ്ത്രം കവചം കൊണ്ടൊന്നും ഉണ്ട്, അതാണ് പുള്ളിയെ പ്രൊട്ടക്ട് ചെയ്തോണ്ടെങ്കിലും വിജയാസ്ത്രം എന്ന് പറഞ്ഞ അസ്ത്രം ഉണ്ട്. ഈ കർണൻ മഹാഭാരതത്തിന്റെ 19ാം ദിവസം മാത്രമാണ് ഈ അസ്ത്രം ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഏതോ ഒരു ദിവസത്തെ, കാരണം ലാസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ അത്രയും ദിവസം കർണൻ സാധാരണ ബോ ആൻഡ് ആരോ പുള്ളിയുടെ അതൊക്കെ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കും. അർജുനൻ എപ്പോഴും മറ്റേ സാധനം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ കർണൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആസ് എ വാരിയർ കർണൻ വേറെ ലെവലാണല്ലേ. അതെ അതെ. ഈ 18 എന്നുള്ളൊരു കണക്കുണ്ട് എപ്പോഴും. നല്ല ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങള്, യുദ്ധത്തിന്റെ 18 ദിവസങ്ങൾ, അങ്ങനെ 18 എന്നുള്ളൊരു കണക്ക്. എന്താണ് കണക്കെന്നുള്ള പ്രത്യേകത എനിക്കറിയില്ല. പക്ഷെ മനോഹരമായിട്ട് ഈ 18 ഇങ്ങനെ ആവർത്തിച്ച് പോകുന്നുണ്ട്. 18 അധ്യായം അല്ലെ, എന്തൊക്കെയോ യുദ്ധത്തിന്റെ 18 ദിവസം. ഈ 9ാമത്തെ ദിവസമാണ് ശരിക്കും ഭീഷ്മര് വീഴണ 9ാമത്തെ ദിവസം. അപ്പൊ ഭീഷ്മര് വീഴുന്നതിന് ശേഷമാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത് അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യണത് യുദ്ധത്തിന്റെ 9ാമത്തെ ദിവസമാണ്. പലരുടെയും വിചാരം ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യണത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണെന്നാണ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് 9ാമത്തെ ദിവസം, അതായത് യുദ്ധത്തിന്റെ 9ാമത്തെ ദിവസമാണ് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യണത്. എന്ന് വെച്ചാല് ഭഗവത്ഗീത ഒരു ലൈവ് കമന്ററി അല്ല, ഭഗവത്ഗീത ഒരു റെക്കോർഡഡ് കമന്ററി ആണ്. ആളുകളുടെ വിചാരം ഇപ്പൊ ലൈവ് നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും സഞ്ജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, സഞ്ജയൻ കഴിഞ്ഞ ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഈ 9ാമത്തെ അതായത് എങ്ങനെയാണെന്നറിയത്, ധൃതരാഷ്ട്രർക്ക് ഭീഷ്മർ ഉള്ളിടത്തോളം കാലം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു ഈ ഓസ്ട്രേലിയയും നമ്മളുടെ എന്താ പറയാ അങ്കമാലി ടീമും കൂടി ക്രിക്കറ്റ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത്ര ലാഘവത്തോടിയിട്ടാണ് ധൃതരാഷ്ട്ര ഈ യുദ്ധത്തെ കാണുന്നത്. കാരണം ഭീഷ്മരുള്ളിടത്തോളം കാലം ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇത് ജയിക്കും എന്നുള്ളത് 100% ആണ്. അപ്പോ ഇവിടെ ഭീഷ്മർ വീഴുമ്പോഴാണ് തോൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും ദ്രോണരൊക്കെ ഉണ്ട്, കർണനൊക്കെ ഉണ്ട്, എന്നാലും ഭീഷ്മർ വീഴുമ്പോഴാണ് തോൽക്കാൻ ഒരു ചെറിയ ചാൻസ് ഉണ്ട് എന്നുള്ള ചിന്ത. ഈ ദിവസം തന്നെയാണ് കർണൻ ആയുധം കൊടുക്കുന്നത്, 9ാം ദിവസം. അപ്പൊ അതുവരെ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ ഭീഷ്മരായിരുന്നു ആ സൈന്യത്തെ നയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഭീഷ്മർ മാറിയപ്പോ ദ്രോണര് കയറി. ഭീഷ്മർ ഭയങ്കര എത്തിക്കലായിരുന്നു, എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണ് യുദ്ധം. വൈകുന്നേരം 6 മണിക്ക് ശേഷം യുദ്ധം പാടില്ല, സൂര്യാസ്തമയത്തിന് ശേഷം പാടില്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ ഭീഷ്മർ ഉള്ളിടത്തോളം കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഭീഷ്മർക്ക് ശേഷം ദ്രോണര് അത്ര എത്തിക്കലൊന്നായിരുന്നില്ല കേട്ടോ. അവിടെ ഒരു വേറൊരു ഭയങ്കര രസമുള്ള ഒരു സൂപ്പർ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് അർജുനൻ ഭയങ്കര ഇന്റലിജന്റ് ആണ്. അർജുനന് ഇതൊരു സ്പോർട്ടാണ്. അതായത് വിരാട് കോഹ്ലിക്ക് ക്രിക്കറ്റ് പോലെയാണ് അർജുനന് യുദ്ധം. അപ്പൊ അർജുനന് ഇതിന്റെ കളി അറിയാം, ഈ കളി എങ്ങനെ പോകുന്നു, കളിയുടെ ഗതി എന്താവും. കളി തുടങ്ങിയപ്പോ തന്നെ മനസ്സിലായി. അർജുനന് ഒരു കാര്യം മനസ്സിലായി, പാണ്ഡവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പാണ്ഡവപക്ഷം കൊന്നടുക്കാണ്. പാണ്ഡവരുടെ വിജയത്തിനും എന്താ പറയാ തോൽവിക്കും നടുവിലായിട്ട് ഒരു മനുഷ്യൻ മഹാമേരു പോലെ നിൽക്കുന്നത് ഭീഷ്മരാണ്. അതായത് ഭീഷ്മർ ഉള്ളിടത്തോളം കാലം ജയിക്കില്ല എന്ന് 100% ആണ് ആർക്ക്, അർജുനന്. ഭീഷ്മരെ നേരിട്ട് മുട്ടാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോ ഈ 8ാമത്തെ ദിവസം വൈകുന്നേരം, അത് ഭയങ്കര രസമാണ്. 8ാമത്തെ ദിവസം വൈകുന്നേരം, യുദ്ധം തുടങ്ങി 8ാമത്തെ ദിവസം വൈകുന്നേരമാണ് ഭീഷ്മരുടെ പാളയത്തിലേക്ക് പോവാണ് ആര്, അർജുനൻ. അതായത് ശത്രു പാളയത്തിലേക്ക് പോവാണ്. ഭീഷ്മരുടെ പാളയത്തിലേക്ക് നമസ്കരിക്കും ആരെ, ഭീഷ്മരെ നമസ്കരിക്കും. ഭീഷ്മരെ നമസ്കരിക്കുമ്പോൾ ഭീഷ്മരുടെ തലയിൽ വെച്ചിട്ട് പറയാണ് വിജയ് ഭവ എന്ന്. അതായത് ശത്രുപക്ഷത്തേക്കാണ് അർജുനനോട് വിജയ് ഭവ. അപ്പൊ തന്നെ തൊഴുതുകൊണ്ട് അർജുനൻ പറയാണ് ആ ആശീർവാദം അങ്ങ് തിരിച്ചെടുക്കണം. അപ്പൊ ഭീഷ്മർ ചോദിക്കുന്നുണ്ട്, അതെന്താ നീ എങ്ങനെ പറഞ്ഞത്? അല്ല, അങ്ങുള്ളിടത്തോളം കാലം ജയിക്കാൻ സാധിക്കില്ല. ഇനി അങ്ങ് ആശീർവാദം തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ അങ്ങേ തോൽപ്പിക്കാൻ എന്താ മാർഗം എന്ന് അങ്ങ് തന്നെ പറഞ്ഞുതരും. അപ്പോഴാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് എങ്ങനെയാണ് എന്നെ തോൽപ്പിക്കേണ്ടതെന്നുള്ളത്, എന്നെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭീഷ്മരുടെ ഒരു ക്യാരക്ടർ നോക്കണം കേട്ടോ. എന്നെ എങ്ങനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എന്നെ എങ്ങനെ വധിക്കണം എന്നാണ് ഈ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ഭീഷ്മർക്ക് പാണ്ഡവരുടെ ഭാഗത്തായിരുന്നോ ഭീഷ്മർ ശരിക്കും? ഹൃദയം കൊണ്ട്, മനസ്സെന്നല്ല പറയണ്ടത്, ഹൃദയം കൊണ്ട് ഉറപ്പായിട്ടും. കാരണം ധർമ്മം അവിടെയാണുള്ളതെന്നുള്ള അറിയാം. പക്ഷെ
അപ്പോൾ അത് ഇവിടെ ഒരു മെസ്സേജ്, ഈ സിറ്റുവേഷൻ്റെ ഒരു മെസ്സേജ്, നമ്മുടെ ഈഗോ ഒരു വല്ലാത്ത സാധനമാണ്. നമ്മുടെ ഈഗോ നമ്മുടെ മിത്രങ്ങളിൽ നിന്ന് പോലും സഹായം ചോദിക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. അർജുനൻ അവിടെ ചെയ്ത് കണ്ടില്ലേ, ഒരാവശ്യം വന്നാൽ ശത്രുവിൻ്റെ അടുത്ത് പോലും സഹായത്തിന് ചെല്ലാൻ ഈഗോ ഒരു തടസ്സമാവരുത് എന്നുള്ളതാണ് അർജുനന്റെ കണക്കുകൂട്ടൽ. അർജുനന്റെ മുന്നിൽ വിജയം മാത്രമേ ഉള്ളൂ, അതിനെന്ത് മാർഗവും സ്വീകരിക്കാൻ അർജുനൻ തയ്യാറാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ സക്സസിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ചില ആൾക്കാരോട് കൺസൾട്ട് ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും, നമ്മുടെ ഈഗോ സമ്മതിക്കില്ല. ചില ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കാൻ നമുക്ക് നമ്മുടെ ഈഗോ സമ്മതിക്കില്ല. ചില ആൾക്കാരോട് ഗൈഡൻസ് ചോദിക്കാനായിട്ട് നമ്മുടെ ഈഗോ സമ്മതിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. ചില ആൾക്കാർ പറയണത് ശരിയാണെന്ന് സമ്മതിച്ചു. നമ്മുടെ മലയാളിയുടെ പൊതു സ്വഭാവമാണ്, അതായത് അംഗീകരിക്കാൻ ഭയങ്കര മടിയാണ്. അതായത് ഒരു പാവം മനുഷ്യൻ ഒത്തിരി ടെസ്റ്റഡ് ആയിട്ട് കുറെ പേരുടെ മുമ്പിൽ പ്രൂവ് ചെയ്താൽ മാത്രമേ മലയാളം സമൂഹം അയാൾ അംഗീകരിക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് തുടക്കക്കാരനെ അംഗീകരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും.